എല്ലാവർക്കും ഹിന്ദി വേൾഡിലേക്ക് സ്വാഗതം. ഇവിടെ അടുത്ത പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഗുംബാരെ ബരായി, ബലൂണുകൾ നിറയ്ക്കണം. അപ്പോൾ ബലൂണുകൾ നോക്കുമ്പോൾ നമുക്കറിയാം ഗുംബാര ബലൂണാണ്. ഇപ്പോൾ ബലൂണിൽ നോക്കാം, അവസാനം ഒരു ഡാ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ലാ തന്നിട്ടുണ്ട്, ഇവിടെ ആ തന്നിട്ടുണ്ട്, ഇവിടെ ലീ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാക്കിനെ നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് ഒരു മീനിങ് ഫുൾ വേർഡ് ആക്കണം ഇതിന്. അപ്പോൾ നമുക്കതിൻ്റെ താഴെ നോക്കാം. താഴെ പിക്ചർ 4 തന്നിട്ടുണ്ട്. മ ച ലി മച്ചലി, കെ ക ഡ കേക്കട ഞണ്ട്, ബ ഗു ല ബഗുല കൊക്ക്, ക ചു അ കച്ചുവ. അപ്പോൾ നമുക്ക് ആദ്യം ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഡാ, അപ്പോൾ ഇവിടെ എന്ത് വരും? കേക്കട ഞണ്ട്. അടുത്ത ബലൂണിലോ ലാ, അപ്പോൾ നമുക്ക് ലാ വരുന്ന ബഗുല. അടുത്തതോ ആ, കച്ചുവ. അടുത്തത് ലീ, മച്ചലി. അപ്പോൾ ഇവിടെ വരുന്നത് കേക്കട, ബഗുല, കച്ചുവ, മച്ചലി. കേക്കട, ബഗുല, കച്ചുവ, മച്ചലി. അടുത്ത പ്രവർത്തനം നോക്കാം. പദസൂര്യക്ക് സഹായത സെ ലിഖി. ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. നദി, തവളയുണ്ട്, ആമയുണ്ട്, മീനുണ്ട്, ഞണ്ടുണ്ട്. ഇതിലിവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നദീമേ ഡാഷ് ഹെ. നദിയിൽ എന്തുണ്ട്? തവളയുണ്ട്. തവളയ്ക്ക് എന്താ പറയുക? മേണ്ടക്. തവളയ്ക്ക് എന്താ പറയുക? മേണ്ടക്. നദീമേ മേണ്ടക് ഹേ. അടുത്തത് നദീമേ ഡാഷ് ഹേ. നദിയിൽ എന്തുണ്ട്? കച്ചുവ. നദീമേ കച്ചുവ ഹേ. നദിയിൽ ആമയുണ്ട്. അടുത്തത് മീനാണ്. നദീമേ ഡാഷ് ഹേ. നദീമേ മച്ചലി ഹേ. നദീമേ മച്ചലി ഹേ. നദിയിൽ എന്തുണ്ട്? മീനുണ്ട്. നാലാമത്തേതിലും നദീമേ ഡാഷ് ഹേ. നദിയിൽ എന്തുണ്ട്? നദീമേ കേക്കട ഹേ. ഇനി എങ്ങനെയാണ് ഇതൊക്കെ എഴുതുക എന്നൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ. മേണ്ടക്, മേം ഡ ക, മേണ്ടക്. ക ചു അ കച്ചുവ. മ ച ലി മച്ചലി. കേക്കട കേക്കട. അടുത്ത പ്രവർത്തനം താലികാസെ ശബ്ദവനായി. ഈ താലികയിൽ നിന്ന്, ഈ കോളങ്ങളിൽ നിന്ന് നമ്മൾ വാക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു വാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബൂര. ബൂ ബൂ രാ. എവിടെ? രാ. ബൂര. ഒരെണ്ണം കൂടെ ടീച്ചർ പറഞ്ഞുതരാം. തി ത ലി, തിത്തലി. ഇപ്പം 2 വാക്ക് കിട്ടി. ഇനി നമുക്കൊന്നുകൂടെ കണ്ടുപിടിക്കാം. പി ള, പിള്ള. ഗ ര, ഘർ. അങ്ങനെ ബാക്കി വാക്കുകൾ കണ്ടെത്തണേ. അടുത്ത പ്രവർത്തനം ഒരു കവിതയാണ്. ആരെക്കുറിച്ചുള്ള കവിതയാണ്? നമ്മളിവിടെ പേരെഴുതണം. നമുക്ക് പാടി നോക്കാം. ഹാ ഹാ ഹാത്തി സാ സാ സാത്തി, ആ ആ ആത്താ ഹേ, ഹാത്തി ആത്താ ഹേ, മേര സാത്തി ആത്താ ഹേ. ഒന്നുകൂടെ പാടി നോക്കാം. ഹാ ഹാ ഹാത്തി സാ സാ സാത്തി, ആ ആ ആത്താ ഹേ, ഹാത്തി ആത്താ ഹേ, മേര സാത്തി ആത്താ ഹേ. ഹാ ഹാ ഹാത്തി സാ സാ സാത്തി, ജാ ജാ ജാത്താ ഹേ, ഹാത്തി ജാത്താ ഹേ, മേര സാത്തി ജാത്താ ഹേ. ഹാ ഹാ ഹാത്തി സാ സാ സാത്തി, ജാ ജാ ജാത്താ ഹേ, ഹാത്തി ജാത്താ ഹേ, മേര സാത്തി ജാത്താ ഹേ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്. ശീർഷക് ദേ. കവിത വായിച്ചിട്ട് ശീർഷക് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പേര് കൊടുക്കാൻ. കവിതയ്ക്ക് നമുക്ക് പേര് തന്നിട്ടില്ലല്ലോ.
അപ്പം നമ്മൾ കവിതയുടെ പേരെഴുതണം. അപ്പം ആരെക്കുറിച്ചാണ് കവിത? ഹാത്തിയെക്കുറിച്ച്. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കണം? ഹാത്തി. എന്തായിരിക്കണം? ഹാത്തി. ആന. അതാണ് ഇവിടെ ശീർഷകം എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് പേര് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക. അതാണ് ഹാത്തി. എന്താ കൊടുക്കേണ്ടത്? ഹാത്തി. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. സാത്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ആത്താഹെ വരുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഇനി ജാത്താഹെ എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട്. ആന പോകുന്നു, എൻ്റെ ഫ്രണ്ട് പോകുന്നു. ആത്താഹെ വരുന്നു, ജാത്താഹെ പോകുന്നു. അപ്പം ശീർഷകം എന്തായിരിക്കണം? ഹാത്തി. 5ാം ക്ലാസ്സിലെ ആൻസറുകളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കൂട്ടുകാരെ. വായിച്ച് നോക്കിയാൽ നമുക്കെല്ലാം കിട്ടും, ഫുൾ മാർക്കും കിട്ടും കേട്ടോ. തെറ്റുകൂടാതെ എടുത്തെഴുതുന്ന ഉത്തരം തെറ്റുകൂടാതെ എഴുതാൻ ശീലിക്കണം. അക്ഷരത്തെറ്റില്ലാതെ എഴുതിയെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.